TDS ഡിസക്ഷനെ ചൊല്ലി കസ്റ്റമറും ബാങ്ക് മാനേജറും തമ്മിലുണ്ടായ തർക്കം ഒടുവിൽ കയ്യാങ്കളിയായി മാറി. ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള യൂണിയൻ ബാങ്ക് ശാഖയിലാണ് സംഭവം. കസ്റ്റമർ തന്നെ മർദ്ദിച്ചുവെന്നും കാണിച്ച് ബാങ്ക് മാനേജർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കസ്റ്റമർ ബാങ്ക് മാനേജറുടെ മുടിയിൽ പിടിച്ചു വലിക്കുന്നതും ഷർട്ട് വലിച്ചു കയറാൻ ശ്രമിക്കുന്നതടക്കം വീഡിയോയിൽ കാണാം. ബാങ്കിൽ വേറെയും നിരവധി ആളുകളുണ്ട്. ഇരുവരെയും പിടിച്ചു മാറ്റുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ കസ്റ്റമർ ഒരു തരത്തിലും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറല്ല. അയാൾ പിന്നെയും ബാങ്ക് മാനേജറെ ആക്രമിക്കാൻ ചെല്ലുന്നുണ്ട്. ബാങ്ക് മാനേജർ ഇയാളെ തടയുവാനും തള്ളി മാറ്റാനും ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. ഡിസംബർ 5-നാണ് തൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റിൻ്റെ TDS ഡിസക്ഷനെ കുറിച്ച് അന്വേഷിക്കാൻ കസ്റ്റമർ ഈ ബാങ്കിലെത്തിയത്. റീഫണ്ടിനെ കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞിട്ടും ഇയാൾ ദേഷ്യപ്പെടുകയും ബാങ്ക് തന്നെ വഞ്ചിച്ചുവെന്ന് ആരോപിക്കുകയുമായിരുന്നു അത്രേ. പിന്നാലെ ദേഷ്യപ്പെട്ട് അയാൾ തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ബാങ്ക് മാനേജർ സൗരവ് സിംഗിന്റെ പരാതിയിലുള്ളത്. തുടർന്ന് അയാൾ മാനേജറുടെ ID കാർഡ് വലിച്ചെടുക്കുകയും ഷർട്ടിൽ പിടിച്ച് വലിക്കുകയും അത് കീറുകയും ചെയ്തു. ബാങ്കിന്റെ മറ്റൊരു ജീവനക്കാരനായ ശുഭം ജെയിൻ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കസ്റ്റമർ അയാളെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു. പിന്നാലെ സൗരഭ് സിംഗ് പോലീസിനെ വിളിച്ചു ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. തിരൂരിൽ ₹1 ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിസംബർ 4 ബുധനാഴ്ച മുതൽ ഡിസംബർ 6 വെള്ളിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം, മുനിസിപ്പൽ സ്റ്റേഡിയം, താനൂർ റോഡ്, താഴെപ്പാലം, തിരൂർ.